എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സയാന സന്ദേശത്തിലേക്ക് സ്വാഗതം. റായ് ബഹദൂർ മോഹൻ സിംഗ് ഓബ്റോയ് എന്ന് പറയുന്നതായ വ്യക്തി 1898 പഞ്ചാബിലാണ് ജനിച്ചത്. ഇന്ന് താൻ ജനിച്ചതായ പഞ്ചാബ് വിഭജന കാലഘട്ടങ്ങളിൽ പാകിസ്ഥാന്റെ ഒരു ഭാഗമായി മാറി. ചെറുപ്പകാലത്ത് തന്നെ ഓബ്റോയിയുടെ പിതാവ് മരണപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഞ്ചാബിൽ വലിയ പകർച്ചവ്യാധി പടർന്നു പിടിച്ചു. അങ്ങനെ നിരവധി പേർ മരിച്ചുപോയി. നിരവധി പേർ മറ്റു പലവിധത്തിലുള്ള പ്രയാസങ്ങളിലേക്ക് അകപ്പെടുവാനിടയായി. അങ്ങനെ ഓബ്റോയും തന്റെ ഭാര്യയും തന്റെ കുഞ്ഞും ആയിട്ട് അവർ സിംലയിലേക്ക് പലായനം ചെയ്തു. പറഞ്ഞാൽ ജീവരക്ഷയ്ക്കായിട്ട് പ്രാണരക്ഷാർത്ഥം അവർ സിംലയിലേക്ക് പോയി. മാത്രമല്ല, പലരും പറഞ്ഞു കേട്ടു, സിംലയിൽ പോയാൽ തൊഴിലിന് ഒരു ബുദ്ധിമുട്ടും വരികയില്ല, അവിടെ തൊഴിൽ ഇഷ്ടം പോലെ ലഭിക്കും എന്നുള്ളത് ആരോ പറഞ്ഞ കിംവദന്തി കേട്ടിട്ടാണ് ഓബ്റോയി തന്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് സിംലയിലേക്ക് പോയത്. സിംലയിൽ ചെന്നതായ ഓബ്റോയിയെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തിന് നന്നേ വിഷമിച്ചു. ചെറിയ നാണയത്തുട്ടുകൾ കുറച്ചു മാത്രം അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ചിന്താഗതി ഉണ്ടായി. ഒരു ഹോട്ടൽ വ്യവസായം ഇന്ത്യയിൽ ആരംഭിക്കണം, അതായത് അദ്ദേഹത്തിന്റെ ലക്ഷ്യവും അദ്ദേഹത്തിന്റെ വലിയൊരു താല്പര്യവും സന്യാസവും. പക്ഷേ എങ്ങനെ സാധിക്കും? കാരണം ഒരു പൈസ പോലും എടുക്കാണ്ട് ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാതെ, ഒരു തൊഴിൽ പോലും കിട്ടാതെ പല വാതിലുകളിലും പോയി ഓബ്റോയി കുടുംബമായി മുട്ടി. പക്ഷേ എവിടെയും തനിക്ക് തൊഴിൽ ലഭിച്ചില്ല. സാർ അദ്ദേഹം ചിന്തിച്ചു, ഇങ്ങനെ ഒരു മനുഷ്യൻ ഇത്രത്തോളം ദരിദ്രനാരായണനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കാശ് കയ്യിലെടുക്കാനില്ലാത്തതായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എങ്ങനെ ഒരു ഹോട്ടൽ വ്യവസായം ഇന്ത്യയിൽ തുടങ്ങാനായിട്ട് കഴിയും? അതുകൊണ്ട് അദ്ദേഹം പിന്നെ ആ സ്വപ്നം അങ്ങോട്ട് വിട്ടു. അഥവാ സ്വപ്നം കാണാൻ പേടിയായിരുന്നു. സ്വപ്നം വിട്ടിട്ടല്ല, ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട്. ഇന്ത്യയിൽ ആധുനിക സജ്ജീകരണം കൂടിയതായ ലക്ഷറി ഹോട്ടലുകൾ, ആ ഹോട്ടൽ വ്യവസായം ശക്തമായ രീതിയിൽ ഇന്ത്യയിൽ കൊണ്ടുപോകണമെന്നുള്ള വലിയ ആഗ്രഹം ഈ മനുഷ്യനുണ്ടായത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ തുക വേണം, കഠിനാധ്വാനം വേണം. പക്ഷെ അതിനുള്ള തുകയൊന്നും തന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് താൻ സ്വപ്നം കാണുവാൻ ഭയപ്പെട്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് എവിടെയും ഒരു ജോലി കിട്ടിയില്ല, ഒരു തൊഴിൽ കിട്ടിയില്ല. പട്ടിണിയിലേക്ക് അവർ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, വളരെ നിരാശയോടെ നിൽക്കുമ്പോഴാണ് അവിടെ ഇംഗ്ലണ്ടുകാരനായ ഗ്രോവ്സിന്റെ ഒരു ഹോട്ടൽ അദ്ദേഹം കാണാനിടയായി തീർന്നു. അദ്ദേഹം ഗ്രോവ്സിന്റെ ആ ഹോട്ടലില് സെസിൽ ഹോട്ടൽ എന്ന് പറയുന്നത് ഹോട്ടലാണത്. സെസിൽ ഹോട്ടൽ, സിംലയിലെ സെസിൽ ഹോട്ടൽ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുകാരന്റെ ഗ്രോവ്സിന്റെ ഹോട്ടലാണത്. അദ്ദേഹം ആ ഹോട്ടൽ കണ്ടു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു ചിന്ത തോന്നി, അവിടെ കയറി ഒരു തൊഴിൽ ചോദിച്ചാണ്. എന്തായാലും എന്തും വരട്ടെ എന്ന് കരുതിയിട്ട് അദ്ദേഹം സെസിൽ ഹോട്ടലിലേക്ക് അദ്ദേഹം നടന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ തൊഴിലാളികളെല്ലാം അദ്ദേഹത്തെ തടഞ്ഞു. ഇവിടെ തൊഴിലില്ല, ഇവിടെ ഒരു കാര്യം നടക്കുകയില്ല, തനിക്ക് ഇവിടെ പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹം തടഞ്ഞു. ചുരുക്കി പറയുന്നത് അവിടെ ഇട്ട് ആട്ടിപ്പായിക്കുന്ന രീതിയിൽ. എങ്കിലും ഇദ്ദേഹം പിന്നോട്ട് കാലെടുത്ത് വെച്ചില്ല. ഗ്രോസ് വരും, അദ്ദേഹത്തെ കണ്ടിട്ട് മാത്രം ഞാൻ മടങ്ങൂ എന്നുള്ളതായ ഒരു ചിന്താഗതി ഇദ്ദേഹത്തെ മനസ്സിൽ വന്നു. അങ്ങനെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇദ്ദേഹം ജനറൽ മാനേജർ അയക്കുന്ന ഗ്രോവ്സിനെ കാണുവാൻ വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്തു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗ്രോവ്സ് വന്നു. അദ്ദേഹത്തെ മറ്റാരോടും അഭിപ്രായമോ അല്ലെങ്കിൽ മറ്റുള്ളവരാരോടും അനുവാദമൊന്നും ചോദിക്കാതെ ഗ്രോവ്സിന്റെ ആ ക്യാബിനിലേക്ക് ഇദ്ദേഹം കടന്നു. ചോദിച്ചു, എന്താ വേണ്ടത്? അപ്പോൾ എനിക്ക് ടൈപ്പ് റൈറ്റിംഗ് അറിയാം, ഷോർട്ട് ഹാൻഡ് അറിയാം, എനിക്കൊരു തൊഴിൽ ഈ ഹോട്ടലിൽ തരണം. ഞാൻ പറഞ്ഞു, നിനക്ക് പറ്റിയ തൊഴിലൊന്നും ഇല്ലല്ലോ ഇവിടെ, നിനക്ക് പറ്റിയ തൊഴിലൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഓബ്റോയി പറഞ്ഞു, സാർ ഞാൻ പച്ചക്കറി വാങ്ങിക്കാം, ആവശ്യ സാധനങ്ങൾ ഞാൻ എത്തിച്ചു തരാം, മാർക്കറ്റിൽ പോയിട്ട് എന്ത് സാധനം വേണമെങ്കിലും ഞാൻ കൊണ്ടുവരാൻ എനിക്ക് കഴിയും. മാത്രവുമല്ല
ഇവിടെ വരുന്നതായ ഗസ്റ്റിന് ഗൈഡായിട്ടും ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം, എന്തെങ്കിലും തൊഴിൽ തന്നേ പറ്റൂ. അപ്പൊ ഇദ്ദേഹത്തിന്റെ സംസാരവും ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോ ജനറൽ മാനേജറായിരിക്കുന്ന ഗ്രോവസിന് ഇദ്ദേഹത്തോട് പ്രത്യേക താല്പര്യം തോന്നി. അദ്ദേഹത്തെ പ്രതിമാസം 50 രൂപ ശമ്പളത്തിന് ഈ ഹോട്ടലിൽ നിയമിച്ചു. അങ്ങനെ അദ്ദേഹം ചെന്നതിന് ശേഷം ഈ സെസിൽ ഹോട്ടലിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഒരു സാധനം പോലും വേസ്റ്റ് ആക്കുവാനായിട്ട് അദ്ദേഹം സമ്മതിച്ചില്ല. അനാവശ്യമായിട്ടുള്ളതായ പാഴ്ചെലവുകളെല്ലാം അദ്ദേഹം ഒഴിവാക്കിച്ചു. അങ്ങനെ ഹോട്ടൽ ഓരോ ദിവസം ചെല്ലുന്തോറും അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയും ഗ്രോവസിന് ഇദ്ദേഹത്തോട് വലിയ താല്പര്യം തോന്നി. ഇദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കൊടുത്തു, പ്രൊമോഷൻ കൊടുത്തു ജോലിയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിംലയിൽ തന്നെയുള്ളതായ ഏണസ്റ്റ് ക്ലാർക്കിന്റെ ഒരു ഹോട്ടൽ ഉണ്ട് അവിടെ. അതായത് കാൾട്ടൺ ഹോട്ടൽ എന്നാണ് അതിന്റെ പേര്. ഈ കാൾട്ടൺ ഹോട്ടലിൽ ഒരു തസ്തിക ഒഴിവുണ്ടായിരുന്നു. അപ്പോ ഇദ്ദേഹം അവിടേക്ക് മാറി. ആ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഈ ഏണസ്റ്റ് ഇദ്ദേഹത്തെ അസിസ്റ്റന്റ് മാനേജറായിട്ട് നിയമിച്ചു. അങ്ങനെ സിംലയിലെ കാൾട്ടൺ ഹോട്ടലിലെ അസിസ്റ്റന്റ് മാനേജറായിട്ട് ഇപ്പോൾ നമ്മുടെ ഓബ്രോയി ആയിട്ട്. ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഈ ഏണസ്റ്റ് ഇംഗ്ലണ്ടിലേക്ക്, തന്റെ സ്വന്തം നാട്ടിലേക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ ഈ ഓബ്രോയിയാണ് ഈ ഹോട്ടലിന്റെ സകല ചുമതലകളും ഏൽപ്പിച്ചത്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് ഏണസ്റ്റ് മടങ്ങി സിംലയിൽ വരുമ്പോ ഈ ഹോട്ടൽ അഭിവൃദ്ധി പ്രാപിച്ചു. ധാരാളം ലാഭം ഉണ്ടായി. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഏണസ്റ്റ് ഇദ്ദേഹത്തോട് വലിയ താല്പര്യമായി. ഹോട്ടൽ വ്യവസായത്തിൽ വളരെ മുൻപന്തിയിലേക്ക് ഇവരുടെ ഈ ഹോട്ടൽ ഓരോ ദിവസം ചെല്ലുന്തോറും അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയും. അങ്ങനെ പിന്നീട് ഏണസ്റ്റ് ക്ലാർക്ക് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് സ്ഥിരതാമസത്തിന് വേണ്ടി പോകുമ്പോൾ ഓബ്രോയിയോട് പറഞ്ഞു, ഈ ഹോട്ടൽ നിനക്ക് ഞാൻ വിട്ടുതരികയാണ്. എന്ന് നിനക്ക് പണമുണ്ടാകുന്നു അന്ന് നീ ഇതിന്റെ വില എനിക്ക് നൽകണം എന്ന് പറഞ്ഞൊരു വ്യവസ്ഥ വെച്ചിട്ട് ഏണസ്റ്റ് ക്ലാർക്ക് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി ഈ ഹോട്ടൽ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോഴാണ് കൽക്കട്ടയിലെ ഗ്രാൻഡ് ഹോട്ടൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നിമിത്തമായിട്ട് ഇത് നഷ്ടത്തിലേക്ക് കൂട്ടുകുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതറിഞ്ഞതായ നമ്മുടെ ഓബ്രോയി കൽക്കട്ടയിൽ ചെന്ന് ഗ്രാൻഡ് ഹോട്ടലിന്റെ മാനേജരെ കണ്ടു, സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്തു, ഇതൊരു 10,000 രൂപ വെച്ച് നിങ്ങൾ വാടക തന്നു, എന്നിട്ട് നിങ്ങൾ ഹോട്ടലിൽ തുറന്നു. അദ്ദേഹം പറഞ്ഞു, 10,000 വേണ്ട, അവസാനം ഇത് സംസാരിച്ച് 7,000 രൂപ പ്രതിമാസം കൊടുക്കാമെന്നുള്ള ധാരണയിൽ കൽക്കട്ടയിലെ 500 മുറികളുള്ള ഗ്രാൻഡ് ഹോട്ടൽ വാടകയ്ക്ക് നമ്മുടെ ഓബ്രോയി എടുത്തു. അങ്ങനെ ഈ ഗ്രാൻഡ് ഹോട്ടലും ഇതുപോലെ തന്നെ നല്ല നിലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 5 വർഷം കൊണ്ട് അവര് ഗ്രാൻഡ് ഹോട്ടലിലെ മാനേജർ ചോദിച്ചതായ പണം കൊടുത്തിട്ട് ആ ഗ്രാൻഡ് ഹോട്ടലും അദ്ദേഹത്തിന്റെ സ്വന്തത്തിലേക്ക്. എന്തിനധികം പിന്നീട് അദ്ദേഹം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഹോട്ടലുകൾ ആരംഭിച്ചു. നമുക്കറിയാമല്ലോ, നമ്മുടെ കൊച്ചിയിലും ഓബ്രോയിയുടെ ഹോട്ടൽ ഉണ്ട്. അധികം താമസം പിന്നെ 1965 അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പോലെയും അദ്ദേഹത്തിന്റെ സ്വപ്നം പോലെയും ന്യൂഡൽഹിയിൽ ദ ഓബ്രോയി ഇന്റർനാഷണൽ കോണ്ടിനെന്റൽ എന്ന പേരിൽ ഒരു ലക്ഷറി ഹോട്ടൽ ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വപ്നം, ഒരു ഹോട്ടൽ വ്യവസായം ആരംഭിക്കണമെന്നുള്ള താല്പര്യം അദ്ദേഹത്തിന്റെ ആ സ്വപ്നം വഴിയായിട്ട് നടപ്പിൽ വരുടെ പൈസ കയ്യില്ലാത്തൊരു മനുഷ്യൻ, ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ ആ സ്വപ്നം അദ്ദേഹത്തെ സാക്ഷാത്കരിക്കപ്പെടുവാനിടയായി തീർന്നു.
ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയും. നമ്മുടെ സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ, മാത്രമല്ല ഒരു ദൈവാശ്രയം നമുക്കുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താനായിട്ട് കഴിയും. വിശുദ്ധ ബൈബിളിൽ നമ്മളിങ്ങനെ വായിക്കും, ജോസഫിനെ കുറിച്ച്. ജോസഫിന് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. തന്റെ സ്വപ്നം തന്റെ സഹോദരന്മാർ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചില്ല. പിതാവിനോട് പറഞ്ഞു, പിതാവ് വിശ്വസിച്ചില്ല. ഒരിക്കൽ അദ്ദേഹം കാണുന്ന സ്വപ്നം എങ്ങനെയാണ്? വയലിൽ ഒരു കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ജോസഫിന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ടും സഹോദരന്മാരുടെ കറ്റ നമസ്കരിക്കുന്നതായിട്ടുള്ള ഒരു ദർശനം. ഇതവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോ സഹോദരന്മാർ ഇവനെ പകച്ചു. ഇവന്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത് പൊട്ടക്കറ്റിലിട്ടു. അവിടെ ഇശ്മായേലിയർക്ക് വിറ്റു. ഇവൻ അവിടുന്ന് ഈജിപ്തിൽ കടന്നു ചെന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫറവോനോടെ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ളതായ ഒരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നം വ്യാഖ്യാനി ആരെയും കാണാതിരിക്കുന്നു. സക തടവുകാരനായിരുന്ന ഒരു തടവുള്ളി അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിന് പാനപാത്രവാഹകനാണ് ഫറവോന്റെ. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയൊരു സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരാള് എന്നോടൊപ്പം തടവറയിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ വേഗം തടവറയിൽ കയറ്റി, ജോസഫ് തടവറയിൽ കയറ്റി. അവിടെ ഫറവോന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഫറവോനോട് പറഞ്ഞു ആ സ്വപ്നം വ്യാഖ്യാനിച്ചു. അങ്ങനെ ജോസഫിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫറവോന് മനസ്സിലായി, ഇവനിൽ ദൈവാത്മാവുണ്ടെന്ന് ഫറവോന് മനസ്സിലായി. മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 2-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, യഹോവ ജോസഫിന്റെ കൂടെ ഉണ്ടായതുകൊണ്ട് അവൻ കൃതാർത്ഥനായി. 41:32 വായിക്കും, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തരെ കണ്ടുകിട്ടുമോ? ജോസഫിന്റെ സ്വപ്നമൊക്കെ കേട്ടിട്ട് സഹോദരന്മാരും തന്റെ പിതാവ് ശാസിക്കുകയും സഹോദരന്മാരും ഇവനെ പകയ്ക്കുകയും ചെയ്തു. അവരാരും വിശ്വസിച്ചില്ല. ഇവരിലുള്ള ദൈവാത്മാവുള്ള കാര്യം ഇവർക്ക് മനസ്സിലായില്ല. ഇതുപോലെയാ നിന്നിലുള്ളതായ ദൈവാത്മാവിന്റെ പ്രവൃത്തിയും നീ ചെയ്യുന്നത് കാര്യങ്ങളും നീ കണ്ട സ്വപ്നവും മറ്റുള്ളവർ പറഞ്ഞാൽ അവരത് വിശ്വസിക്കുകയില്ല. പക്ഷേ ദൈവമായിട്ടൊരു ബന്ധമില്ലാതിരുന്ന ഫറവോന് കാര്യം മനസ്സിലായി, ഇതിൽ ദൈവാത്മാവുണ്ട്. അങ്ങനെ ഫറവോൻ ജോസഫിനെ ഈജിപ്തിലെ അധികാരിയായിട്ട് നിയമിച്ചു. ഫറവോൻ പറഞ്ഞു, സ്ഥാനം കൊണ്ട് മാത്രമായിരിക്കും നിന്നേക്കാൾ ഉയരത്തിൽ ഞാൻ ഉണ്ടാവുക. പക്ഷേ നീ ആയിരിക്കും ബാക്കിയുള്ളവരെല്ലാം ക്രമീകരിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിനക്കൊരു സ്വപ്നം, നിനക്കൊരു ദർശനം, കഠിനാധ്വാനവും നിനക്കുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നിന്നെ ഉയർത്തും. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കും. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു സ്വപ്നം ഉണ്ടാകട്ടെ. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകുക. ദൈവാശ്രയം കൂടി ഉണ്ടെങ്കിൽ പരാജയപ്പെടേണ്ട ആവശ്യം വരികയില്ല.